ടു മൈ വെന്യൂ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കഫ്താൻ എല്ലാവരും വെറൈറ്റി എന്നല്ല പറയുന്നത്. കുറച്ച് ഇപ്പോൾ കോട്ടൺ കുർത്തീസാണ്, നമ്മളിപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ കോട്ടൺ കുർത്തീസാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഭയങ്കര ടൈറ്റ് ഫിറ്റ് ഒക്കെ ആയിട്ട് വേറെ ഇത് എന്താ പറയുക ഏറ്റവും ചൂട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ചിപ്പോൾ ലൂസ് ഫിറ്റാണ് ഇപ്പോൾ ട്രെൻഡ്. അതായത് നല്ല എന്താ പറയുക ഒരു ലാർജ് വെയർ ചെയ്യുന്ന ആൾക്ക് ഒരു എക്സൽ സൈസ് കുറച്ചൊരു സൈസ് നല്ല ഒരു സ്റ്റൈലിലേക്ക് വെയർ ചെയ്താണ് ഇപ്പോൾ ഒരു ഫാഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതൊരു ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിട്ട് നമ്മൾ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇതിന്റെ ബോർഡറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി. അപ്പോൾ അത് കട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഇത് കഫ്താൻ ചെയ്യലാണ്. അപ്പം നമ്മളൊരു കുർത്തിയുടെ ലുക്ക് ഇപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ ഒരു കുർത്തി ഒരു ടോപ്പ് വിത്ത് ഒരു ബോട്ടത്തിന്റെ ലുക്കും ഉണ്ട്. കൈ സ്ലീവ് മാത്രം നമ്മൾ ഇതേപോലെ ആ ഒരു കഫ്താന്റെ ലുക്കിലേക്ക് കുറച്ച് ടൈറ്റ് ഫിറ്റ് കുറച്ച് അത്യാവശ്യം ഒരു ടോപ്പിന്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓണിയൻ, ലൈറ്റ് ഓണിയൻ ഷെയ്ഡ്, പിങ്കും ഓണിയനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിന് കോളർ നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഒരു സ്ട്രൈപ്സിന്റെ ഡിസൈൻ കോളറിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒരു വി കോളർ വിത്ത് ഷർട്ട് കോളർ മിക്സ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോട്ടം കണ്ടോ, ഇതുപോലെ ഈ സൈഡ് ഇതേപോലെ കുറച്ചൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രൈപ്സ് വരുന്ന ഒരു സെയിം ഡിസൈൻ തന്നെ ഒരു വീവിംഗ് ആണ് കേട്ടോ. ഇത് ഒരു സെമി ലിനൻ ലൈറ്റ് ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് ഇതിന്റെ ഒരു വീവിംഗ് തന്നെയാണ് ഈ ബോർഡറിലോട്ട് വന്നേക്കുന്നത്. കണ്ടോ, ഭയങ്കര സുഖമാണ്. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യം ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം വൺസ് ഈ കഫ്താൻ എല്ലാവർക്കും എത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് വൺസ് നമ്മളൊന്ന് വെയർ ചെയ്താൽ പിന്നെ അതിന്റെ ഒരു ഇത് മാറിക്കിട്ടും. അപ്പൊ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കഫ്താൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ വിത്ത് സ്ലീവോട് കൂടി ഇതേപോലെ ഒരു 3/4 സ്ലീവ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് വിത്ത് ബോട്ടായിട്ടും പെയർ ചെയ്യാം. അപ്പൊ നല്ല അടിപൊളി ഫാബ്രിക് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ആ രണ്ട് സൈഡിലേക്ക് ബോർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ. ത്രെഡ് കൊണ്ടുള്ള ഒരു വീവിംഗ് ആണ് ഇതിനകത്തും. ഈ ഫുൾ വരുന്ന ഒരു വീവിംഗ് ആണ്, പ്രിന്റ് അല്ല. നല്ല അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നമ്മൾ അതുകൊണ്ടും ടോപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു ബൂട്ടാസ് വരുന്നില്ലേ, അതും വീവിംഗ് തന്നെയാണ് കണ്ടോ. ഇതും പ്രിന്റ് അല്ല, ഡോട്ട്സ് വരുന്ന പ്രിന്റ് അല്ല, അതൊരു തരം വീവിംഗ് ആണ്. ഈ എൻഡ് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ലൂസ് ഫിറ്റ് ആയിട്ട്, ഇതിപ്പോ ഞാൻ വേറെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതും നല്ലൊരു ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു പ്രിന്റ് ഷർട്ട് കോളർ വിത്ത് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. അതിന്റെ ഒരു കളറും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ട് അടിപൊളി കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനി വേണ്ട നോർമൽ പാറ്റേൺ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഇതും കൂടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കഫ്താന്റെ ലുക്ക് ഇതുപോലെ. ആർക്കും ചിലപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താന്ന് വെച്ചാൽ എനിക്ക് ടൈറ്റ് ഫിറ്റ് യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ഷേപ്പിൽ യൂസ് ചെയ്യില്ല. സൈസായിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ ഞാനിവിടെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല ടൈറ്റ് നല്ല ഷേപ്പിലോട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പേഴ്സണലി പറയുന്നത് ഇതുപോലെ ഒരു പോക്കറ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു നല്ല ലൂസ് സ്ലീവ്, ഹാഫ് സ്ലീവ് എല്ലാം വെച്ചിട്ട് നല്ല ഇതുപോലെ സെയിം തന്നെ ബോട്ടവും എല്ലാം വെച്ച് നിങ്ങൾ വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ഇത് നമുക്ക് മാച്ച് ആവില്ല, ഈ കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട്, അതുപോലെ സൈസ് ഓവർ സൈസ് ഒക്കെ ആണ് കേട്ടോ ഇതിന്റെ. ഇതും ഞാൻ പറയാണ് നോർമൽ സ്ലീവ് കൊടുത്തിട്ട് നോർമലിലേക്ക് തന്നെ ചേണിങ് ചെയ്യാം. കൈ മാത്രം നോർമൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ചേണിങ് ചെയ്യാം. ടോപ്പ് വിത്ത് ബോട്ടം ഇതിന്റെ സെയിം പ്രിന്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് ബട്ടൺ അല്ല വുഡൻ ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഷർട്ട് കോളർ പാറ്റേൺ ആണ് വിത്ത് പോക്കറ്റ്. നല്ല അടിപൊളി സ്റ്റൈലായിട്ട് വെയർ ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അടിപൊളി ഡാർക്ക് ഓണിയൻ ഷെയ്ഡ് എന്നല്ലേ ഇതിനെ പറയുന്നത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓണിയൻ ഷെയ്ഡിലേക്ക് ആ സെയിം പ്രിന്റ് തന്നെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വിത്ത് പോക്കറ്റൊക്കെ ആയിട്ട് സ്റ്റൈലായിട്ട് നിങ്ങൾ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ചേരൂല അല്ലെങ്കിൽ ലൂസ് ആയിട്ട് വേണ്ട, നമ്മൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കരുത്. ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാറ്റേൺ വേറെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അതെല്ലാം നോർമൽ ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ നോർമൽ പാറ്റേണിലേക്ക് ചെയ്തുതരാം. പക്ഷെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് എത്ര സുഖമാണ് ഇട്ടുണ്ടെടുക്കാനായിട്ട്, ഭയങ്കര ഒരു സ്റ്റൈലുമാണ്. അപ്പം ഇതുപോലെ പിന്നെ ഞാൻ നേരത്തെ അപ്പം അങ്ങനെ ഇത്രയും പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു കോട്ടൺ ഒരു കോട്ട് സെറ്റ് ആയിട്ട്. അത് ഞാൻ വേറെ ഒരു തനിയെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, 9495402891 അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക്